ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായിരുന്ന ഒരു പ്രതിക്ക് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നു. തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനാണ് ജാമ്യം കിട്ടിയത്. ദ്വാരപാലക ശില്പക്കേസിലാണ് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. KS ബൈജു ഇന്ന് ജയിൽ മോചിതനാകും. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലുള്ള സ്വാഭാവിക ജാമ്യമാണ്, കൂടുതലൊന്നും അതിൽ പറയാനുമില്ല. അപ്പോൾ ബൈജു എപ്പോഴത്തേക്ക് പുറത്തിറങ്ങും? ദ്വാരപാലക കേസിൽ കൂടി KS ബൈജുവിന് ജാമ്യം ലഭിക്കുന്നു. നേരത്തെ കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ KS ബൈജു, അന്ന് ഈ കൊള്ള നടക്കുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ്. ഈ കേസിൽ കാര്യമായ പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കണ്ടെത്തിയതിന് ശേഷമാണ് SIT KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് KS ബൈജു, ഒരു പ്രതി കൂടി ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായിരുന്ന ഒരു പ്രതി കൂടി പുറത്തിറങ്ങുന്നു എന്നതാണ് ചിത്രം. സ്വാഭാവിക ജാമ്യമാണ് KS ബൈജുവിന് ലഭിച്ചിരിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ നേരത്തെ തന്നെ ബൈജുവിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദ്വാരപാലക പാളികൾ ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, സ്വാഭാവിക ജാമ്യം KS ബൈജുവിനും കിട്ടുന്നു, ഇന്ന് തന്നെ പുറത്തിറങ്ങുന്നു. എങ്ങനെയായിരുന്നു കോടതിയുടെ നീക്കങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 7ാമത്തെ ആൾ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് തിരുവാഭരണ മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിനാണ്. ദ്വാരപാലക ശില്പ കേസിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം KS ബൈജുവിന് അനുവദിച്ചിരിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ ഫെബ്രുവരി 12-ാം തീയതി തന്നെ ഈ KS ബൈജുവിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കട്ടളപ്പാളി കേസിലെ 4ാം പ്രതിയും ദ്വാരപാലക ശില്പ കേസിലെ 7ാം പ്രതിയുമാണ് KS ബൈജു. KS ബൈജുവിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാളികൾ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉത്തരവാദിത്തം KS ബൈജുവിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെതിരെ കൃത്യമായ നടപടിയെടുത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതുവരെയും പ്രാഥമിക കുറ്റപത്രം പോലും കോടതിയിൽ സമർപ്പിക്കാത്തത് കൊണ്ടാണ് KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ സ്വാഭാവിക ജാമ്യ ഹർജി കോടതിയിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ശങ്കർദാസ് സമർപ്പിച്ച ജാമ്യ ഹർജി വാദം പൂർത്തിയായതിനു ശേഷം 2-ാം തീയതിയാണ് അതിൽ വിധി പറയാൻ പോകുന്നത്. കൂടുതൽ പ്രതികൾ, ഇങ്ങനെ 13 പ്രതികളെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 7ാമത്തെ ആളും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്കും ഈ സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു സമയമാകുന്നതോടെ അവരും ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്ത് വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഉയർന്നു വരുന്നത്. ശരി.